السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وملائكتك الكرام أجمعين أما بعد. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ പ്രത്യേകമായി അവൻ നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ രാത്രി 1000 മാസങ്ങളെക്കാൾ പുണ്യം നൽകുന്ന പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് സാക്ഷിയായിട്ടുള്ള മഹത്തായ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹിച്ച മൂമിനീങ്ങളിൽ മൂമിനാത്തുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നദ്ദീന യുസ്റുൻ വലൻ യുശാദ്ദദ്ദീനു അഹദുൻ ഇല്ലാ ഗലബഹു ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു വസ്തഈനു ബിൽഗദ്വതി വറൗഹതി വശൈഇൻ മിനദ്ദുൽജ. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നദ്ദീന യുസ്റുൻ, പരിശുദ്ധമായ ദീന്, ആ ദീനിന്റെ സർവ്വ കാര്യങ്ങളും എളുപ്പമാണ്. ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെയും പരിശുദ്ധമായ ദീന് അഥവാ ഈ ഇസ്ലാം മതം ഒരിക്കലും തന്നെ ഒരു കർമ്മങ്ങൾ കൊണ്ടും പ്രയാസം വരുത്തുന്നില്ല. എല്ലാം വളരെ എളുപ്പമാണ്. 5 നേരത്തെ നിസ്കാരം, റമളാനിലെ നോമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും വളരെ വളരെ സുതാര്യമാണ്, വളരെ എളുപ്പമാണ്. പ്രയാസമുള്ള ഒരു സംഗതിയും അല്ലാഹു തആല ഒരു മനുഷ്യനെയും കീർത്തിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ ശരീരത്തിനും പ്രയാസമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ അല്ലാഹു തആല തക്ലീഫ് ചെയ്യുന്നുള്ളൂ, അവൻ നിർദ്ദേശിക്കുന്നുള്ളൂ. പ്രയാസകരമായ ഒരു സംഗതിയും അല്ലാഹു നിർദ്ദേശിക്കുന്നില്ല. എത്രത്തോളം ഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്, നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ രഹസ്യമാക്കി തോന്നിയ കാര്യങ്ങളും വ്യക്തമാക്കിയ കാര്യങ്ങളും മുഴുവനും അല്ലാഹു തആല നിങ്ങളെ പിടികൂടി വിചാരണ ചെയ്യും എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബത്തിന് വലിയ വിഷമം തോന്നി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് പോയി ആവലാതിപ്പെട്ടു. പ്രവാചകരെ, മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കാതെ ശ്രദ്ധിക്കാതെ പലതും കടന്നു പോകുമല്ലോ. ആരും ഓർത്തിട്ടല്ല, മനഃപൂർവ്വമല്ല, അറിയാതെ പലതും സംഭവിച്ചു പോയേക്കാം. അത് ഞങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. അതിനൊക്കെ അല്ലാഹു തആല പിടികൂടുമെന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന അർത്ഥത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് പോയി ആവശ്യപ്പെട്ടപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയതാണ്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഓരോരുത്തൻ്റെ കഴിവിൻ്റെ പരിധി എത്രയാണോ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരിധിക്കനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. അങ്ങനെ പറഞ്ഞാൽ ചില ചൂഷണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓരോരുത്തൻ്റെ കഴിവനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുത്തൻ എനിക്കിത്രേ കഴിയുള്ളൂ
എന്ന നിലക്ക് തീരെ വേണ്ടതുപോലെ ഒന്നും ചെയ്യാതെ നടന്നാൽ അതവൻ്റെ മടിയാണ്. അങ്ങനെ മടി ആയതുകൊണ്ട് അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് അവനെ പിടികൂടും. കാരണം അതവനെ അള്ളാഹുവിനെ പറ്റിക്കുന്ന ശൈലിയാണ്. അങ്ങനെയല്ല ഈ പറഞ്ഞത്. മനുഷ്യൻ നന്നായി പ്രവർത്തിക്കണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. പ്രവർത്തനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ആ പ്രവർത്തനത്തിൽ എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ഒരിക്കലും പറ്റുകയില്ല. ആളുകളുടെ പവർ അനുസരിച്ച്, വ്യത്യസ്തമായ തോതനുസരിച്ച് കൊണ്ട് ആളുകൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആകയാൽ നന്നായി പ്രവർത്തിക്കുക, അധ്വാനിക്കുക, കഴിവിൻ്റെ പരമാവധി. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങുകയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ദീനിൻ്റെ നിയമങ്ങൾ. ഇന്നദ്ദീന യുസ്റുൻ, ദീനിൻ്റെ നിയമങ്ങൾ വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവും ഇല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. എളുപ്പത്തെയാണ്, സന്തോഷത്തെയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും പ്രയാസം പിടിക്കണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസങ്ങൾ വരാം, ചിലപ്പോൾ സന്തോഷങ്ങൾ വരാം. അതൊക്കെ സ്വാഭാവികമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരു പ്രയാസത്തോടു കൂടെ ഒരു എളുപ്പമുണ്ടാവും, ഒരെളുപ്പത്തിൻ്റെ കൂടെ ഒരു പ്രയാസം ഉണ്ടാവും. സ്വാഭാവികമാണ്. ഈ മണിക്കൂർ സന്തോഷമാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത മണിക്കൂർ ടെൻഷനായിരിക്കും. ടെൻഷൻ ഉണ്ടാവുമ്പോഴേ സന്തോഷം എന്താണെന്ന് അറിയുള്ളൂ. ഫുള്ളായിട്ടൊരാൾക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ, മുഴുവൻ സമയവും ഒരാൾക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് സന്തോഷം എന്താണെന്നറിയില്ല. ആ ടെൻഷൻ ഉണ്ടായിരിക്കെ സന്തോഷമുണ്ടാകണം, അപ്പോഴേ അത് സന്തോഷമാവുള്ളൂ. ഏതുപോലെ ദുനിയാവിൽ വെച്ച് നല്ലോണം കഷ്ടപ്പെട്ടവർക്കാണ് പാരത്രിക ലോകത്ത് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത്. അതവിടെ സുഖം ആണെന്നറിയണമെങ്കിൽ ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കണം. അതുകൊണ്ട് ആ മഹത്തുക്കൾ കഷ്ടപ്പാടേ അനുഭവിച്ചിട്ടുള്ളൂ. അവരുടെ ജീവിതത്തിൽ സന്തോഷം കുറവാണ്. എല്ലാ അർത്ഥത്തിലും അവർക്ക് കഷ്ടപ്പാടുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ മരണപ്പെട്ട മയ്യത്ത് പോലും മറവു ചെയ്യാൻ അന്നത്തെ ശത്രുക്കൾ അനുവദിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അന്നത്തെ ശത്രുക്കൾ പോലും അനുവദിച്ചിട്ടില്ല ഇമാം ബുഖാരി തങ്ങളെ മറവു ചെയ്യാൻ. അത്രയും എതിരാളികളും അക്രമികളും ശത്രുക്കളും ഉണ്ടായിരുന്നു. അവസാന സമയത്ത് മഹാനവറുകളുടെ പ്രാർത്ഥന തന്നെ ളാഖത്ത് അലയ്യൽ അർളു, പടച്ചവനെ ഭൂമി എനിക്ക് പ്രയാസമായിരിക്കുകയാണ്. ഇൻകാനത്തിൽ വഫാത്തു ഖൈറല്ലി ഫഖ്ബിദ്നി ഇലൈക്, എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കൽ ഖൈറല്ല, ഭൂമിയിൽ വഫാത്ത് മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ പടച്ചവനെ നീ എന്നെ പെട്ടെന്ന് തിരിച്ചു വിളിക്കണം എന്ന് ഇമാം ബുഖാരി തങ്ങൾ അവസാനം പ്രാർത്ഥിച്ചതായി ചരിത്രങ്ങളിൽ കാണാം. മഹാനവറുകൾ അത്രയും പ്രയാസം സഹിച്ചിട്ടുണ്ട്. ആരാണിവിടെ പ്രയാസം സഹിക്കാത്തവർ? ഇമാമുൽ അഇമ്മ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങളേറ്റിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാമു സുന്ന എന്ന ഖ്യാതി നേടിയ പണ്ഡിതനാണ്. ചാട്ടവാറുകൊണ്ട് അടിയിട്ടുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ എതിരാളികൾ, അന്നത്തെ ഭരണാധികാരിയെ സ്വാധീനിച്ചുകൊണ്ട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിമ, അങ്ങനെ തുടങ്ങിയിട്ട് മുമ്പും പിന്നെയും വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും, എന്തിനധികം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ ശക്തമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, പ്രയാസങ്ങൾ ഏറ്റവും ശക്തമായി അനുഭവിച്ചത് അമ്പിയാക്കളാണ്.
സുമ്മൽ അംസൽ, പിന്നെ അവരോട് തുല്യമായി നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ആളുകൾ. സുമ്മൽ അംസൽ, പിന്നെ അവരോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ. അങ്ങനെ കാലം കഴിയും തോറും ആ പ്രയാസത്തിൻ്റെ കനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കടുത്ത പ്രയാസം അനുഭവിച്ചത് അമ്പിയാക്കൾ. എല്ലാ അമ്പിയാക്കളും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പല നിലക്കുള്ള പ്രയാസങ്ങളാണ്. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ ഭൗതികമായ നിലക്കുള്ള പ്രയാസങ്ങളാണ്. അക്രമികൾ മുഖേനയും ശത്രുക്കൾ മുഖേനയും ചിലപ്പോൾ സ്വന്തം കുടുംബക്കാർ മുഖേനയും പ്രയാസങ്ങളും പലതും അനുഭവിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയിൽ നിന്ന് പ്രയാസങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാമിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആസിയ ബി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവ് ഫിർഔനിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ആ പട്ടിക നീണ്ടതാണ്. അത് 1 2 ദിവസവും 1 മാസവും പറഞ്ഞാൽ തീരൂല, അത്രയും പ്രയാസങ്ങൾ. പക്ഷെ അവിടെ നാം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഭൗതികമായ രംഗത്തുള്ള പ്രയാസങ്ങളാണ് ആ പറഞ്ഞത് മുഴുവൻ. ആത്മീയ രംഗത്ത് അവർക്കൊരു പ്രയാസവും തോന്നിയിട്ടില്ല. അവർ ചെയ്യുന്ന അമലുകൾ, അവർ ചെയ്യുന്ന പ്രയാസങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഖൈറാത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അവർക്കൊരു മടിയും ഉണ്ടായിട്ടില്ല. വളരെ ആവേശത്തോടുകൂടെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ വേണ്ടി അവർ സമയം മാറ്റിവെക്കുകയും എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി തഖ്വയോടുകൂടെ ജീവിക്കുകയും ചെയ്ത മഹാന്മാരാണ് മഹത്തുക്കളായ അമ്പിയാക്കളും പിൽക്കാലത്ത് വന്ന മഹാന്മാരും. ആ പാതയാണ് നമ്മളും പിന്തുടരേണ്ടത്. ഭൗതികമായ നിലക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചാൽ ആത്മീയ രംഗത്ത് നാം മടി കാണിക്കാൻ പാടില്ല. ഭൗതികമായ രംഗത്ത് പ്രയാസം ഉണ്ടാവുമ്പോൾ നിസ്കാരം ഒഴിവാക്കുക. ഭൗതികമായ രംഗത്ത് സന്തോഷം ഉണ്ടാവുമ്പോൾ നിസ്കരിക്കാൻ മറക്കുക. ഇങ്ങനത്തെ ഒരു ശൈലി ആയാൽ പിന്നെ തീരെ നിസ്കാരം ഉണ്ടാവില്ല. അതുപോലെ അമലുകൾ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്താണ്. ജുഇലതു ഖുറത്തു ഐനിൻ ലീ ഫിസ്സലാത്ത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്നത് നിസ്കാര സമയത്താണ്. സഹാബത്ത് പറഞ്ഞു, ഇദാ ഹസബഹു അംറുൻ ദഖല ഫിസ്സലാ, അവിടത്തേക്ക് വല്ല ടെൻഷനും വന്നാൽ, വല്ല ബുദ്ധിമുട്ടും വന്നാൽ ദഖല ഫിസ്സലാത്ത്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം നിസ്കാരം എന്ന് പറയുന്നത് മുനാജാത്തുൽ അബ്ദി ലി റബ്ബിഹി, അടിമ ഉടമയോട് നടത്തുന്ന സംഭാഷണമാണ്. അടിമ ഉടമയോട് നടത്തുന്ന സംഭാഷണമാണ് നിസ്കാരം. അപ്പോൾ ഭൗതികമായ രംഗത്ത് പ്രയാസം വരുമ്പോൾ സട്ടാവിനോട് സംഭാഷണം നടത്തിയിട്ട് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടുകയാണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. നിങ്ങൾ നോമ്പടക്കമുള്ള ക്ഷമാശീലം ഉള്ളവരായിരിക്കണം. ഖുർആനും ഹദീസ് കൊണ്ടുമൊക്കെ നന്നായി സ്ഥിരപ്പെട്ട സംഗതിയാണ്. അപ്പം ഇന്ന ദീന യുസ്റുൻ, ദീന് എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ നിയമങ്ങൾക്കൊരു പ്രയാസവും ഇല്ല. ദീനിൻ്റെ നിയമം എന്നും നല്ല എളുപ്പമുള്ള നിയമങ്ങളാണ്. കാരണം അത് സത്താവിൻ്റെ നിർമ്മിതിയാണല്ലോ. വലൻ യുശാദ്ദീനു അഹദുൻ ഇല്ലാ ഗലബഹു, ഈ ദീന് ഒരു മനുഷ്യൻ ശക്തമാണെന്നൊരാൾക്ക് തോന്നിയാൽ അത് അവനെ കടുപ്പമാക്കിയിട്ടേ നിൽക്കുകയുള്ളൂ. ദീനിൻ്റെ നിയമങ്ങളൊക്കെ കടുപ്പമാണ് ഒരാൾക്ക് തോന്നിയാൽ അയാൾക്കത് കടുപ്പായിട്ടേ തോന്നുള്ളൂ. തറാവീഹ് 20 നിസ്കരിക്കാൻ ഒരാൾക്ക് പ്രയാസമാണെന്ന് തോന്നിയാൽ ഓനത് പ്രയാസമായിട്ടേ അനുഭവപ്പെടുള്ളൂ. അങ്ങനെ തന്നെയാണല്ലോ, ചിന്തക്കനുസരിച്ചല്ലേ സംഗതി ഉണ്ടാവുക. അതേ സമയത്ത് എത്ര മോമിനികൾ മോമിനാത്തുകൾ സന്തോഷത്തോടെ അവൻ നിസ്കരിക്കാം, അവനക്കൊരു പ്രയാസമില്ല. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ പ്രയാസമല്ല, കർമ്മം ചെയ്യുന്നവൻ്റെ മടിയാണ്. അങ്ങനെയാണ് അവന് പ്രയാസം തോന്നുന്നത്. പകൽ മുഴുവൻ നോമ്പെടുക്കൽ ചിലർക്ക് വലിയൊരു പ്രയാസമായിട്ട് ഭാരമായിട്ട് തോന്നുകയാണ്. അത് നോമ്പിൻ്റെ തകരാറല്ല. എത്ര മോമിനികൾ മോമിനാത്തുകൾ നോമ്പെടുക്കുന്നുണ്ട്, സന്തോഷത്തോടെ അവൻ നോമ്പെടുക്കുകയാണ്. പക്ഷേ ഈ ചില ആളുകൾക്ക് നോമ്പ് പ്രയാസമായി തോന്നുന്നത് നോമ്പിൻ്റെ പ്രയാസമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരുക്കും തോന്നണ്ടല്ലേ, അത് അവരുടെ വ്യക്തിപരമായി അവർക്ക് വല്ല പ്രയാസവും തോന്നുകയാണ്. വലൻ യുശാദ്ദീനു അഹദുൻ, ദീന് ഒരാൾക്ക് കടുപ്പമാകുന്നില്ല ഇല്ലാ ഗലബഹു, അതവനെ ആ കടുപ്പം ശക്തി കൂട്ടിയിട്ടല്ലാതെ. അപ്പം ദീനിൻ്റെ നിയമങ്ങൾ റാഹത്തുള്ള നിയമങ്ങളാണ്. അതാർക്കും
കടുപ്പം ഇല്ല, ഉണ്ടെന്ന് തോന്നിയാൽ അവനത് കടുപ്പായിട്ടേ നിൽക്കുകയുള്ളൂ. എല്ലാ വിഷയവും തന്നെ ദീനിന്നല്ല, ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യവും ഒരാൾ രാവിലെ എഴുന്നേറ്റ് യാത്ര പോകണം, അത് ഭയങ്കര ഒരു പ്രയാസമായിട്ട് തോന്നിയാൽ അവനക്കത് പ്രയാസമാണ്. അതേ സമയത്ത് രാവിലെ യാത്ര ചെയ്യൽ നല്ല ഹാപ്പിയായി കാണുന്ന ഒരുപാട് ആളുകൾ വേറില്ലേ. പ്രയാസമാണ് തോന്നിയവനക്ക് പ്രയാസമാണ്, അല്ലാത്തവനോ ഒരു പ്രയാസമില്ല. ഫസദ്ദിദു, നബിതങ്ങൾ പറയാണ്, ഫസദ്ദിദു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മികത്വം പാലിക്കണം. വഖാരിബു, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണം. വഅബ്ശിറു, നിങ്ങൾ സന്തോഷവാന്മാരാകണം. വസ്തഈനു ബിൽ ഗദ്വതി വറൗഹതി വശൈഇൻ മിനദ്ദുൽജാ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും രാത്രിയിലെ ഒരു ഭാഗവും നിങ്ങൾ സഹായം തേടാൻ ഉപയോഗിക്കണം. രാവിലെയും വൈകുന്നേരവും ഒഴിവ് സമയം അഥവാ രാത്രി സമയം, ആ സമയത്തും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണമെന്ന് പറഞ്ഞാൽ അമലുകൾ ചെയ്യണം. ആ പറഞ്ഞതിന്റെ മഅന എന്താണ്? ഇസ്തഈനു അലാ ത്വാഅത്തില്ലാഹി, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നതിന്റെ മേൽ സഹായം തേടണം. ബിൽ അഅ്മാലി, അമലുകൾ കൊണ്ട്. അമലുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സഹായം തേടണം അല്ലാഹുവിനെ അനുസരിക്കാൻ. എപ്പോൾ? ഫീ വഖ്തി നശാതികും, നിങ്ങളുടെ ഉന്മേഷ സമയത്ത്. രാവിലെ സമയം നല്ല ഉന്മേഷമുള്ള സമയമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ജോലിയെടുത്ത് ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് ആകെ ടയേർഡായ ഒരു മനുഷ്യൻ രാത്രി സുഖമായി ഒന്ന് കിടന്നുറങ്ങി നേരം വെളുത്ത് ഉണർന്നാൽ അവരൊരു പുതിയ മനുഷ്യനായിട്ട് വരികയാണ്. രാത്രി ഉറങ്ങണം, അതിനാ രാത്രി വെച്ചത്. രാത്രി ഉറങ്ങാതെ അവിടെയും ഇവിടെയും പോയിരുന്ന് കളിയും മറ്റുമൊക്കെയായി സൊറ പറഞ്ഞ് മൊബൈലും കൊണ്ടിരുന്നാൽ നേരം വെളുക്കുമ്പോൾ ഉന്മേഷം ഉണ്ടാവില്ല. രാത്രി നന്നായി ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ നല്ല ഉന്മേഷമുള്ള ആളായി മാറും, പുതിയ ആളായി മാറി വീണ്ടും അധ്വാനിക്കാൻ ഇറങ്ങുകയാണ്. വൈകുന്നേരമാകുമ്പോഴേക്ക് വീണ്ടും ടയേർഡാവുകയാണ്. രാത്രി ഉറങ്ങി നേരം വെളുത്തി എഴുന്നേൽക്കുമ്പോഴേക്ക് ആൾ പുതിയ മനുഷ്യനായി മാറുകയാണ്. അപ്പൊ രാവിലെ എന്ന് പറയുന്നത് നല്ല ഉന്മേഷമുള്ള സമയമാണ്. ആ ഉന്മേഷമുള്ള സമയം അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പ്രാർത്ഥന നടത്തിയിട്ടുള്ള സമയമാണ്. പ്രഭാത സമയം എൻ്റെ ഉമ്മത്തിന് ബറക്കത്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത് ഹദീസിൽ കാണാം. വൽ ഫജ്ർ, പ്രഭാത സമയം തന്നെയാണ് സത്യം എന്ന് രാവിലെ സമയത്തെ സത്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാം. രാവിലെ സമയം എന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ്, നല്ല ഉന്മേഷമുള്ള സമയമാണ്. അതുകൊണ്ട് ഫീ വഖ്തി നശാതികും, നിങ്ങൾക്ക് ഉന്മേഷമുള്ള സമയത്ത് നിങ്ങൾ അമലുകൾ ചെയ്യണം. വഫറാഖി ഖുലൂബിക്കും, നിങ്ങളുടെ ഒഴിവ് സമയം അഥവാ രാത്രി സമയം, ആ രാത്രി സമയവും നിങ്ങൾക്ക് ഒഴിവുള്ള സമയമാണ്. അതിൽ നിന്ന് കുറച്ചൊരു ഭാഗമെങ്കിലും നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. ശാവ് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നുറങ്ങുന്നതിന് പകരം രാത്രിയിൽ കുറഞ്ഞ സമയമെങ്കിലും ഓരോരുത്തരും കഴിവുള്ളനുസരിച്ച് ഫത്തഖുല്ലാഹ മസ്തതഅതും നമ്മൾ പറഞ്ഞില്ല, കഴിവനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യണം. ബിഹൈസു തസ്തലിദൂനൽ ഇബാദത, ഇബാദത്ത് നിങ്ങൾക്ക് രസമായി കിട്ടുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. ആരാധന നമുക്കൊരു ഹാപ്പിയായി മാറണം. നിസ്കാരം നമുക്കൊരു സന്തോഷമുള്ള സംഗതിയായി മാറണം. മറ്റു അമാലുകൾ ഒരു സന്തോഷമുള്ള സംഗതിയായി മാറണം. വലാ തസ്അമൂൻ, നിങ്ങൾ മടിയന്മാരാകാതെ, നിങ്ങൾക്ക് മടുപ്പില്ലാതെ ഇബാദത്തുകൾ നല്ല സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്ന വിധത്തില് നിങ്ങൾ അല്ലാഹുവിനോട് ഈ സമയങ്ങളിൽ സഹായം തേടണം. എങ്ങനെ സഹായം തേടണം? അമാലു സ്വാലിഹ കൊണ്ട്, അഥവാ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ സഹായം തേടണം. ഫതബ്ലൂന മഖ്സൂദക്കും, നിങ്ങളുടെ മഖ്സൂദ്, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടണം. ആ അവസ്ഥയിൽ ലക്ഷ്യം എന്താണ്? ആഖിറത്തിലെ വിജയമാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാത്ത വേറൊരു ലക്ഷ്യവും നമുക്കില്ല. ഈമാൻ സലാമത്തായി മരിക്കണം, ആഖിറത്തിൽ ലക്ഷ്യമാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിക്കുന്നത് വരെ നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യണം എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് നന്നായി അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ചെയ്യുന്ന അമലുകൾ മുഴുവനും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ
രോഗികളുണ്ട്, അല്ലാത്തവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. എല്ലാവർക്കും അവരവരുടെ മുറാദുകൾ എന്താണോ അത് മുഴുവനും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറു കൊണ്ടും അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.